അമ്മായി, സുഭദ്രമ്മായി, എവിടെ പോയി കിടക്കുക? അമ്മായി, രാവിലെ ഇത് ഏതായി കുരിശ്? രാധ, ദേവകിയുടെ മോള. ഓ, ഞാൻ കുഞ്ഞിലെ എങ്ങാണ്ട് കണ്ടതാ. ഇവളെ പേടിച്ചാണ് മാവാ സത്യമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കായിരുന്നോ? എന്റെ കുമാരേട്ടൻ എവിടെ? ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടല്ലോ. ഓ, എനിക്കത് മതി. അയ്യോ, പാർവതിയും ലക്ഷ്മിയും ഒക്കെ എന്തോരങ്ങ് വളർന്നു പോയിട്ട് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വിളിച്ചേ. ഇനി ഞാനും തിന്നോട്ടെ. എന്താ അത്? ഇതോ നാരങ്ങ മുട്ടായി. അയ്യോ, ഇതാര്? ഞങ്ങളുടെ അച്ഛൻ ചത്തുപോയ നാരായണൻകുട്ടി മാവനോ? അയ്യോ, സോറി, അറിഞ്ഞില്ലേ. രാജേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. അയ്യോ, എനിക്കിപ്പോ തീരെ വിശപ്പില്ല. കണ്ടാലും തോന്നും. അതെ, കുട്ടിമാവൻ വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ താറാമുട്ട പുഴുങ്ങിയത്, അലുവ വിളയിച്ചത് എല്ലാം ഉണ്ട് പെട്ടിക്കകത്ത്. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടെടുത്ത് തരാം. ഇന്നൊന്നും വേണ്ട, നാളെ മറ്റന്നാളൊക്കെ എടുത്ത് തന്നാ മതി. ഞാനിന്ന് വന്നാലേ ഉള്ളൂ. ഓ, അപ്പൊ സ്ഥിരതാമസത്തിന്? അങ്ങനൊന്നുമില്ല, ഒരു 2-3 മാസം. അയ്യോ, അതെന്താ? വേറൊന്നും കിട്ടിയില്ലേ? ഇതാണോ ഇവിടുത്തെ യൂണിഫോം? ഇതെനിക്ക് കുട്ടിമാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ എത്ര ദിവസം ഞാൻ കാത്തിരിക്കുന്നു. ഇനി ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോകും. നീ എന്നെ കൊണ്ട് പോവില്ലേ? കോളേജിൽ പോവാ. ചേച്ചിക്ക് എന്താ പാലിനോട് ഇത്ര താല്പര്യം? പാല് കുടിക്കാനുള്ളതല്ലേ, അതെന്തിനാ വെറുതെ വെച്ച് തണുപ്പിക്കുന്നത്? അധിക നേരം വെച്ചിരുന്നാലേ തൈരായി പോവും, അറിയാമോ? പോയിക്കോ. കഥാകാലക്ഷേപവും ഓട്ടം തുള്ളലുമെന്ന് പരിപാടിയെങ്കിൽ ദയവ് ചെയ്ത് ഇക്കൊല്ലത്തെ ഉത്സവ കമ്മിറ്റിയിൽ ഞങ്ങളെ ചേർക്കരുത്. എന്നാ യേശുദാസിന്റെ ഗാനമേള വെക്കാം. യേശുദാസിന്റെ ഗാനമേള വേണമെന്നല്ല, പക്ഷെ കരക്കാരുടെ കാശ് പിരിച്ച് പരിപാടി നടത്തുമ്പോ അത് മെനക്ക് വേണമെന്നേ പറഞ്ഞുള്ളൂ. നീയൊക്കെ കൂടി മെനകേടാക്കാതിരുന്നാ മതി. മെനകേടാക്കുന്നത് ഞങ്ങളല്ലല്ലോ പ്രസിഡന്റ്. നടിയുടെ സൗകര്യം നോക്കി നാടകവും പെണ്ണുങ്ങളുടെ എണ്ണം നോക്കി ബാലയും ബുക്ക് ചെയ്താലും മെനകേടെന്ന് മാത്രമല്ല അമ്പലപ്പറമ്പ് കൂടെ വിടക്കാവും. നിർത്തറ, അമ്പലം ഞങ്ങളുടേത്, ആ ഊരായ്മയും ഞങ്ങൾക്കാ. ഉത്സവം എങ്ങനെ നടത്തണമെന്ന് ഞാൻ നിശ്ചയിക്കും. ചുമ്മാ ചൂടാകാതെ തിരുമേനി. ഊരായ്മ വേറെ, ഉടമസ്ഥര് വേറെ. ശാന്തിക്ക് ശാപ്പാടിനും കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ടല്ലേ അമ്പലം ദേവസ്വത്തിന് വിട്ടുകൊടുത്തത്. ഇപ്പൊ ഉടമസ്ഥര് നാട്ടുകാരാ. അത് പറയാൻ നീ ആരാടാ? അത് എന്നെ വിളിച്ചു വരുത്തിയ നാട്ടുകാര് പറയും. തിരുമേനി, അമ്പലം നാട്ടുകാരാണെങ്കിൽ അവര് തീരുമാനിക്കും ഉത്സവം എങ്ങനെ നടത്തുമെന്ന്. എന്നാലാ ഉത്സവം എനിക്കൊന്ന് കാണണം. വരണടാ.